എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് കേട്ടിട്ട് പോകാം. നിങ്ങൾ എക്സ്ക്യൂസ് പറയാറുണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ എക്സ്ക്യൂസ് പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിക്കുന്നുണ്ടോ? ലെറ്റ്സ് ജസ്റ്റ് ലിസൺ ടു ദിസ്. ഓക്കെ, ചൂസ് പോസിറ്റിവിറ്റി. നമ്മൾ എക്സ്ക്യൂസ് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എക്സ്ക്യൂസ് പറയാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് പറയല്ലേ. ബട്ട് വെൻ വി ചൂസ് പോസിറ്റിവിറ്റി, വെൻ വി ആർ ചൂസിങ് the growth, our mindset will be no excuse. എക്സ്ക്യൂസ് ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും എക്സ്ക്യൂസ് പറയേണ്ട കാര്യങ്ങളുണ്ട്, നമുക്ക് പറ്റില്ല, അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അല്ലേ. സോ ഹൗ ടു സ്റ്റേ കൺസിസ്റ്റൻറ്റ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ? കാരണം എക്സ്ക്യൂസ് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് സം ചാൻസ് ടു ഡു ദിസ് ഓർ ദാറ്റ്. ചില സമയത്ത് പണ്ട് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ടീച്ചറോട് പറയും, എക്സ്ക്യൂസ് മീ മാം, എനിക്ക് ഒരു ദിവസം കൂടി തരൂ ഈ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാൻ എന്നല്ലേ. പക്ഷേ നമ്മൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഭവം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ പറ്റാവുന്ന സമയത്ത് ആ കിട്ടുന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുമ്പോഴാണ്. യുവർ പൊട്ടൻഷ്യൽ ബിഗിൻസ് വെർ യുവർ എക്സ്ക്യൂസസ് എൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുന്നത് നോക്കാം. ഹൗ ടു ഓവർകം ദ ഹാബിറ്റ് ഓഫ് മേക്കിംഗ് എക്സ്ക്യൂസ്. നോട്ടീസ് യുവർ കോമൺ എക്സ്ക്യൂസസ്. നമ്മൾ എന്തിനോടാണ് കൂടുതലായിട്ട് കോമൺലി എക്സ്ക്യൂസ് പറയുന്നത്? നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ മാറ്റി പറയുന്നത് എന്തിനാണ്? എന്തിനാണ് കൂടുതൽ നമ്മൾ ടൈം കൊടുക്കുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളത് മാറ്റി വയ്ക്കുന്ന ആ കാര്യം? അതൊന്ന് നോട്ടീസ് ചെയ്യാം. നമ്മളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് ലൈഫിൽ പറ്റും. ഒരു ഒരു ഘടകമാണ് ഈ എക്സ്ക്യൂസ് എന്നുള്ളത്. സ്റ്റാർട്ട് സ്മോൾ. പേ അറ്റൻഷൻ ടു ദ റീസൺസ് യു ഗിവ് യുവർ സെൽഫ്. അവയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റാർട്ട് സ്മോൾ. ചെറിയ കാര്യങ്ങൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മോട്ടിവേഷൻ. ഈവൻ 5 minutes ഓഫ് ആക്ഷൻ മാറ്റേഴ്സ്. നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഒരു കാര്യം തുടങ്ങാന്ന് വെച്ചാൽ നിൽക്കണ്ട. ഒരു 5 മിനിറ്റിൽ കാര്യം ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ആ 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും, അത് ചെയ്ത് തീർക്കുക. റീപ്ലേസ് എക്സ്ക്യൂസസ് വിത്ത് സൊല്യൂഷൻ. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ ഡോണ്ട് ഹാവ് ടൈം, ആസ്ക് ഹൗ ക്യാൻ ഐ മേക്ക് ടൈം. എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞോടത്ത് എങ്ങനെയാണ് ആ ഒരു 5 മിനിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കുക. സ്റ്റോപ്പ് എയിമിങ് ഫോർ പെർഫെക്ഷനും. എപ്പോഴും പെർഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുൾഫിൽനെസ് വരാത്തത്. പ്രോഗ്രസ് വർക്ക് ബെറ്റർ ദാൻ പെർഫെക്ഷൻ. ലൈക്ക് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ചില സമയത്തുണ്ട് ചില ഹോംവർക്കുകൾ ചെയ്ത് കഴിയില്ല. ബിക്കോസ് വി ആർ ഡൂയിങ് പെർഫെക്ഷൻ ഓൺ അവർ ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ചെയ്ത് തീർക്കുക. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ എയിം. ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എക്സ്ക്യൂസ് എടുക്കുന്നില്ല എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ബിക്കോസ് ആ ഒരു ശീലം നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരും. ഫോക്കസ് ഓൺ യുവർ ഗോൾ. റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്. എ സ്ട്രോങ് റീസൺ ബീറ്റ്സ് വീക്ക് എക്സ്ക്യൂസസ്. നമ്മളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആ റീസൺ എന്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അത് ആലോചിക്കുക. ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. ഫെയിലിയർ ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ്സ് എ ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അത് കണക്കാക്കുക. എന്തെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ഇല്ലാണ്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ. സോ ഫെയിലിയർ എന്നുള്ളത് ഒരു എൻഡല്ല, ഇറ്റ്സ് എ ഫീഡ്ബാക്ക് ഫോർ യുവർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് മനസ്സിലാക്കുക. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് എ പോസിറ്റീവ് പീപ്പിൾ. ഗുഡ് കമ്പനി എൻകറേജസ് ആക്ഷൻ, ഗ്രോത്ത് ആൻഡ് അക്കൗണ്ടബിലിറ്റി. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. നമ്മുടെ ചുറ്റും കുറേ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, നമ്മുടെ ചെറിയ വിജയങ്ങളെപ്പോലും സന്തോഷിക്കുന്ന ചില ആൾക്കാരില്ലേ അവരെ. നമുക്ക് ചിലപ്പോൾ ഭയങ്കര വിക്ടറി കിട്ടിയില്ല, സ്മോൾ വിക്ടറിയാണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് പറയും ഇത് സാരില്ലാന്ന്. ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് us ടു സെലിബ്രേറ്റ്. അങ്ങനത്തെ ആൾക്കാരോട് പോയി പറയരുത്. നമ്മുടെ ചെറിയ സന്തോഷങ്ങളെ കൂടി അവരുടെ സന്തോഷങ്ങളായി ഏറ്റെടുത്ത് വലിയ സന്തോഷങ്ങളാക്കി മാറ്റിയെടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുണ്ടാവും. അവരെ തെരഞ്ഞു പിടിച്ച് അവരൊപ്പം കൂട്ടുക. ദാറ്റ് വിൽ ഇംപ്രൂവ് അവർ സെൽഫ് ഗ്രോത്ത്. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. എവറി സ്റ്റെപ്പ് ഫോർവേഡ് ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് മൊമെൻറ്റം. ചെറിയ വിൻസ് ആയാലും ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ആൻഡ് ആ ഒരു സ്റ്റാർട്ടിങ് മൊമെൻറ്റം കിട്ടും. എക്സ്ക്യൂസ് കീപ് ലൈഫ് ഓൺ എ പോസ്. നമ്മൾ എക്സ്ക്യൂസ് എടുക്കുമ്പോൾ എന്താ, ലൈഫ് ഒരു പോസ് കൊടുക്കണം. ഒരു പോസ് ബട്ടൺ കൊടുത്തു നമ്മൾ, പിന്നെ നമുക്കൊരു മടി വരും, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ആക്ഷൻ മൂവ്സ് ലൈഫ് ഫോർവേഡ്. ഇനി ഹൗ ടു റീച്ച് യുവർ പൊട്ടൻഷ്യൽ. ഫുൾ പൊട്ടൻഷ്യൽ എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും? ബിലീവ് ദാറ്റ് ഗ്രോത്ത് ഇസ് പോസിബിൾ. എപ്പോഴും ചിന്തിക്കുക ഗ്രോത്ത് ഇസ് പോസിബിൾ.
നമ്മൾ ഡ്രൈ ആയി കിടക്കുന്ന ഡെസേർട്ടിലായാലും ചില സമയത്ത് നമ്മൾ ഈ ചെടികളൊക്കെ കണ്ടിട്ടില്ലേ ഇടയിലിടയിൽ, അതുപോലെ അതിനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ വാലി ആക്കാനായിട്ട് എത്ര എഫേർട്ടാണ് എടുക്കുന്നത് അല്ലേ? സോയിലാവട്ടെ, അതുപോലെ മഴത്തുള്ളികളാവട്ടെ, അതുപോലെ ചെറിയ ചെറിയ ആക്ഷൻസ് നമുക്ക് ഗ്രേറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, നമ്മുടെ ആ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യും. സെറ്റ് ക്ലിയർ ഗോൾസ്, നോ വാട്ട് യു ട്രൂലി വാണ്ട് ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് വിത്തൗട്ട് ഡയറക്ഷൻ. നിങ്ങൾക്ക് എന്താ ശരിക്കും വേണ്ടത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. എന്താ സത്യത്തിൽ എന്താ വേണ്ടത്? സത്യത്തിൽ എന്തിനാ ഇപ്പോൾ നമ്മളൊരു മോട്ടിവേഷൻ ടോക്ക് കേൾക്കുമ്പോൾ വൈ ഷുഡ് ഐ ലിസൺ ടു ദിസ് ടോക്ക്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ സമയം വേസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സ്റ്റോപ്പ് ലിമിറ്റിംഗ് യുവർ സെൽഫ്. ഫിയർ ഉണ്ടാവും, ഇത് ചെയ്ത് സക്സസ് ആവുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും. സക്സസ് ആവുന്ന ഫിയർ വേണ്ട, എക്സ്ക്യൂസ് മാറ്റി വെച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ലേൺ കണ്ടിന്യൂസ്ലി. നമ്മൾ ചിലപ്പോൾ തോറ്റു പോയേക്കാം, പക്ഷെ അതൊന്നും അത് മേക്ക് ഇറ്റ് ആസ് എ ട്രയൽ ആൻഡ് എറർ ഫേസ്. റീഡ്, ഒബ്സർവ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ്. ഗ്രോത്ത് നെവർ സ്റ്റോപ്സ്. Build healthy habits, good sleep, exercise and focus. എക്സസൈസ് ചെയ്യണം, അതുപോലെ നല്ല ഉറക്കം ഉണ്ടാവണം. ടേക്ക് ആക്ഷൻ ഡെയിലി. സ്മോൾ കൺസിസ്റ്റൻറ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ് മാസീവ് ലോങ് ടേം റിസൾട്ട്സ്. ആക്സെപ്റ്റ് ഫെയിലിയർ ആസ് ലെസൺസ്. നമ്മളുടെ ഓരോ മൈൻഡ് സെറ്റാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. ഇപ്പം എക്സ്ക്യൂസ് മാറ്റി വെച്ചിട്ട് പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ് സെറ്റ്. അവോയ്ഡ് കോൺസ്റ്റൻറ്റ് നെഗറ്റിവിറ്റി ആൻഡ് കമ്പാരിസൺ. ഫോക്കസ് ഓൺ യുവർ ഓൺ ജേർണി. നമ്മളുടെ സ്ട്രെങ്ത്തിനെ കറക്റ്റായിട്ട് വൈസ്ലി യൂസ് ചെയ്യാം. നമ്മൾ സ്ട്രോങ് ആയിരിക്കുക, നമ്മുടെ ഓരോ മൂമെൻറ്റും സ്ട്രോങ് ആയിട്ട് വയ്ക്കുക, ഓരോ സ്റ്റെപ്പും സ്ട്രോങ് ആയിട്ട് വയ്ക്കുക. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഗ്രോത്ത് റെയർലി ഹാപ്പൻസ് ഇൻ കംഫർട്ടബിൾ പ്ലേസസ്. അങ്ങനെ കേട്ടിട്ടില്ലേ? കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ ഗ്രോത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റേ പേഷ്യൻറ്റ്. റിയൽ ഗ്രോത്ത് ടേക്സ് ടൈം. ഡോണ്ട് ക്വിറ്റ് ബിക്കോസ് റിസൾട്ട്സ് ആർ സ്ലോ. ഓക്കെ, നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നല്ല റിസൾട്ട് എന്തായാലും വരും. യുവർ ഫുൾ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് അൺലോക്ക്ഡ് ഇൻ വൺ ഡേ. അതൊരു കോൺസ്റ്റൻറ്റ് ട്രെയിനിങ്ങിലൂടെയാണ്. ആ എക്സ്ക്യൂസ് ഇല്ലാണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ റിസൾട്ട് വരിക. അല്ലാണ്ട് നാളെ പരീക്ഷയ്ക്ക് ഇന്ന് ഫുള്ള് ഇരുന്ന് ലെസൺ വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡേ 1 തൊട്ട് തന്നെ ചെറിയ ചെറിയ ലെസൺസ്, ചെറിയ ചെറിയ ടോപ്പിക്സ് കവർ ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടില്ലേ റോം ഇസ് നോട്ട് ബിൽറ്റ് ഇൻ വൺ ഡേ എന്നുള്ളത്, അതുപോലെയാണ്. അപ്പോൾ എക്സ്ക്യൂസ് ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു വരട്ടെ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.